ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഓൾ ഫിഷസിനെയും അതേപോലെ തന്നെ ഫിഷുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്സസറീസിനെയും പറ്റിയുള്ള ഒരു വീഡിയോയാണ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഫിഷ് എന്ന് പറയുന്നത് SK ഗോൾഡ് ആണ്. പെയറിന് ഏകദേശം 40 രൂപയാണ് ഇവരുടെ വില എന്ന് പറയുന്നത്. ഏകദേശം 3 ഫിഷുകളെയാണ് നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഫിഷുകളാണ് SK ഗോൾഡുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കക്കാരായിട്ടുള്ള ഏതൊരു അക്യൂറിസ്റ്റുകൾ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷാണ് SK ഗോൾഡ് ഫിഷുകൾ. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ഫിഷ് എന്ന് പറയുന്നത് ഗോൾഡ് ഫിഷുകളാണ്. പെയറിന് ഏകദേശം 30 രൂപയാണ് ഇവരുടെ വില വരുന്നത്. സാധാരണയായി ഏതൊരു അക്യൂറിസ്റ്റുകളും ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷ് കൂടിയാണ് ഗോൾഡ് ഫിഷുകൾ. ഇനി എന്റെ കയ്യിലുള്ള മൂന്നാമത്തെ ഫിഷ് എന്ന് പറയുന്നത് കാർപ്പുകളാണ്. പെയറിന് ഏകദേശം 40 രൂപയാണ് ഇവരുടെ വില എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന ഫിഷുകളാണ് കോയി കാർപ്പുകൾ. അതേപോലെ തന്നെ ഇവരുടെ വലിപ്പത്തിനനുസരിച്ച് വിലയിലും വ്യത്യാസങ്ങൾ വരും. അതേപോലെ തന്നെ നമ്മളുടെ അടുത്ത ഫിഷ് എന്ന് പറയുന്നത് ഒറാണ്ട ഗോൾഡ് ഫിഷുകളാണ്. പെയറിന് ഏകദേശം 180 രൂപ പറഞ്ഞ ഫിഷുകളെ 140 രൂപയ്ക്കാണ് നമുക്ക് ലഭിച്ചത്. ഏകദേശം 2 പെയർ ഒറാണ്ട ഗോൾഡ് ഫിഷുകളാണ് നമ്മുടെ കൈവശമുള്ളത്. ഇവരെ വളർത്തുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റും അതേപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജലം പെട്ടെന്ന് മലിനമാകുന്നു എന്നൊരു പ്രശ്നം കൂടി വരുന്നുണ്ട്. ഇവരെ വളർത്തുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ സാധാരണ ഗോൾഡ് ഫിഷുകളെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ തലയുടെ ഭാഗത്തായിട്ട് കുറെ മുഴകൾ കാണാനായി സാധിക്കും. ഇനി നമ്മളുടെ അടുത്ത ഫിഷ് എന്ന് പറയുന്നത് സീബ്ര ഡാനിയ ഫിഷുകളാണ്. അപ്പൊ നമ്മുടെ സീബ്ര ഫിഷിന്റെ വില വരുന്നത് പെയറിന് ഏകദേശം 30 രൂപയാണ്. അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള തുടക്കക്കാരായ അക്യൂറിസ്റ്റുകൾക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷാണ് സീബ്ര ഫിഷുകൾ. അതേപോലെ തന്നെ ഇവരെ വളർത്തിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇനി നമ്മളുടെ അടുത്ത ഫിഷ് എന്ന് പറയുന്നത് ടെട്രാ ഫിഷുകളാണ്. കളർ വിഡോ ഫിഷുകൾ എന്നും ഇവയെ അറിയപ്പെടാറുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ പെയറിന് ഏകദേശം 50 രൂപയാണ് വില വരുന്നത്. അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഏതൊരു അക്യൂറിസ്റ്റുകൾക്കും വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷാണ് വിഡോ ഫിഷുകൾ. എന്റെ അടുത്തുനിന്ന് ഗ്രീൻ കളറിലുള്ള വിഡോ ഫിഷ് ചത്തുപോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളതിന് കുഴപ്പമൊന്നും ഇല്ലാതാണ് കിടക്കുന്നത്. എന്റെ അടുത്ത് കുറെ കാലമായി ഇവരിങ്ങനെ കിടപ്പുണ്ട്. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വന്ന് കണ്ടിട്ടില്ല. വളർത്താനും വളരെ എളുപ്പമുള്ള ഒരു ഫിഷാണ് വിഡോകൾ. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ഫിഷ് എന്ന് പറയുന്നത് ഗൗരാമിയാണ്. പെയറിന് ഏകദേശം 40 രൂപയാണ് ഗൗരാമിയുടെ വില വരുന്നത്. അതേപോലെ തന്നെ ഞാൻ കുറെ അധികം ഗൗരാമികളെ അക്വേറിയം ഷോപ്പിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കിയുള്ളതെല്ലാം ചത്തുപോയിട്ട് ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രമായിട്ടാണ് എന്റെ കയ്യിൽ കിടക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത നമ്മുടെ ഫിഷ് എന്ന് പറയുന്നത് പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകളാണ്. ഇതിന്റെ വൈറ്റ് കളറിലുള്ള ഫിഷുകളും മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് പെയറിന് ഏകദേശം 90 രൂപയാണ്. അതേപോലെ തന്നെ കുറെ നാളുകളായിട്ട് നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഫിഷുകളാണ്. അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഫിഷുകളാണ് പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകൾ. മുട്ടയിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് വളർത്തുന്ന ഒരു വിഭാഗമാണ് പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകൾ. അതേപോലെ തന്നെ ഞാൻ ഇവരെ വാങ്ങിച്ചോണ്ട് വരുമ്പോൾ തീരെ ചെറിയ സൈസ് ആയിരുന്നു. ഇപ്പൊ കുറെയൊക്കെ വളർച്ച വെച്ചിട്ടുണ്ട്. പിന്നുള്ളതെന്ന് പറയുന്നത് ഇതിലൊരു ഫിഷിന് ഒരു സൈഡിലായിട്ട് കാഴ്ചയില്ല. ഒരു ഫിഷിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയി. എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ഒരു പിടുത്തവും ഇല്ല. എന്തായാലും മാർക്കറ്റുകളിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണ് പോളാർ ബ്ലൂ പാരറ്റ് ഫിഷുകൾ. അതേപോലെ തന്നെ നമ്മളുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് മിക്സ്ഡ് ഗപ്പികളാണ്. കുറെ അധികം മിക്സ്ഡ് ഗപ്പികൾ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു. കുറെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും ചത്തുപോയതിനു ശേഷം ശേഷിക്കുന്ന ഫിഷുകളാണ് ഇക്കാണുന്നത്. മിക്സ്ഡ് ഗപ്പികൾക്ക് പല സ്ഥലങ്ങളിലും പല വിലയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഹൈബ്രിഡ് ഗപ്പികളും കിടപ്പുണ്ട്. ഇനി നമ്മളുടെ അടുത്ത ഫിഷ് എന്ന് പറയുന്നത് കുറച്ച് പ്ലാറ്റുകളാണ്. വലിയ വലിപ്പമൊന്നും വെക്കാത്ത എന്നാൽ തുടക്കക്കാരായ അക്യൂറിസ്റ്റുകൾക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫിഷാണ് പ്ലാറ്റുകൾ. സാധാരണയായി പ്ലാന്റഡ് അക്വേറിയങ്ങളിലാണ് ഇവയെ വളർത്തിപ്പോരുന്നത്. പെയറിന് ഏകദേശം 40 രൂപയാണ് ഇവരുടെ വില വരുന്നത്. കിടക്കുന്ന പ്ലാറ്റുകൾ പ്രസവിച്ചിട്ട് കുറെ അധികം കുട്ടികളെ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ച് ദിവസത്തിന് ശേഷം ചത്തുപോകുകയാണ് ചെയ്തത്. ഇനി നമ്മുടെ അടുത്ത ഫിഷ് എന്ന് പറയുന്നത് പർപ്പിൾ ബെറി ഡ്രാഗന്റെ കുട്ടികളാണ്. അപ്പോൾ ഇവരുടെ പെയറിന് ഏകദേശം 100 രൂപയാണ് വില വരുന്നത്. അതേപോലെ തന്നെ പേരൻസ് നമ്മുടെ കയ്യിൽ നിന്നും ചത്തുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പർപ്പിൾ ബെറി ഡ്രാഗന്റെ പേരൻസ് ചാവുന്നതിന് തൊട്ടു മുന്നായിട്ട് തന്നിട്ട് പോയിട്ടുള്ള കുട്ടികളാണ് ഈ കാണുന്നതെല്ലാം. ഇനി നമ്മുടെ അടുത്ത ഫിഷിനെയാണ് പരിചയപ്പെടുത്താനായി പോകുന്നത്. അതും ബേബീസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫിഷിനെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതിന് കാരണം പ്രസവിച്ച് കിട്ടിയതിൽ പിന്നെ ഓരോ ആഴ്ചയിലും ഓരോന്നിങ്ങനെ ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ മോളി ഫിഷിന്റെ കുഞ്ഞുങ്ങളാണ്. ഇവരുടെ പേരൻസ് എല്ലാം ആദ്യം തന്നെ ചത്തുപോയിരുന്നു. പിന്നീട് കുട്ടികൾ മാത്രമായിട്ടായിരുന്നു നമ്മുടെ കയ്യിൽ കിടന്നിരുന്നത്. പിന്നീട് കുട്ടികളും ചാവാനായി തുടങ്ങി. അവസാനം 4 എണ്ണം മാത്രമായിട്ടാണ് നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നത്. ഇനി ഫിഷിനെ പറ്റിയല്ല, നമ്മുടെ കയ്യിലുള്ള കുറച്ച് ആക്സസറീസിനെ പറ്റിയാണ് പറയാനായി പോകുന്നത്. ഫിഷുകളെ വളർത്തുന്നവർക്കിടയിൽ വളരെ അത്യാവശ്യമായി വേണ്ടുന്ന ഒരു സാധനമാണ് ഇക്കാണുന്ന നെറ്റ്. സാധാരണയായി അക്യൂറിസ്റ്റുകൾക്കിടയിൽ പൊതുവായി കണ്ടുവരുന്ന ഈ ഒരു വസ്തു ഉണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ
ഈസിയായി തന്നെ ഫിഷിനെ പിടിക്കാനായി സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു വസ്തു വാങ്ങിച്ചിട്ട് ഏകദേശം 2 വർഷത്തോളമായി. അതുകൊണ്ട് തന്നെ ഇതിന്റെ വില എത്രയാണെന്ന് എനിക്കറിയില്ല. ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കുറച്ച് ബ്ലാക്ക് സ്റ്റോണുകളാണ്. സാധാരണയായി അക്വേറിയങ്ങളൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള സ്റ്റോണുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ചെറിയൊരു പാക്കറ്റിലാണ് നമുക്കിത് ലഭിച്ചത്. വാങ്ങിക്കുന്ന സമയത്ത് 100 രൂപയോ മറ്റോ ആയിരുന്നു ഇതിന്റെ വില. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് ആണ്. ഒന്നിലേറെ പ്ലാസ്റ്റിക് പ്ലാന്റുകൾ ഇതിനു മുൻപ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 25 രൂപയോ 30 രൂപയോ മറ്റോ ആയിരുന്നു. ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കുറച്ച് പ്ലാസ്റ്റിക് കവറുകളാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് കടയിൽ നിന്നും തൂക്കി വാങ്ങിച്ചതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഫിഷുകളെ വാങ്ങിച്ചപ്പോൾ കിട്ടിയ കവറുകളാണ്. കവറുകൾ മാത്രമല്ല, അതിന്റെ കൂടെ കുറച്ച് റബ്ബറുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഫിഷിനെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതെല്ലാം ആവശ്യമായി വരും. ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഫിഷ് ഫുഡുകളാണ്. അപ്പോൾ ഈ കാണുന്നത് തായിയോ എന്ന് പറയുന്ന ഫിഷ് ഫുഡിന്റെ കവറാണ്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ബീറ്റ് ആൻഡ് ഗോൾഡ് എന്ന് പറയുന്ന ഫിഷ് ഫുഡ് ആണ്. നിലവിൽ നമ്മളിപ്പോൾ ഫിഷുകൾക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഈ കവറിലുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കവറിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ പച്ചയും ചുവപ്പും നിറത്തിലുള്ള ചെറിയ പല്ലറ്റ് ഫുഡുകളാണ് ഇതെല്ലാം. സാധാരണയായി നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫിഷുകൾക്കും ഈ ഒരു ഫിഷ് ഫുഡ് ആണ് കൊടുത്തു വരാറുള്ളത്. ഇതൊരു കവറിന് ഏകദേശം 30 രൂപയാണ് വില വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഫിഷുകൾക്കൊക്കെ കൊടുക്കുന്ന ഒരുതരം മെഡിസിൻ ആണ്. അപ്പോൾ ഈ ഒരു മെഡിസിന്റെ പേര് വരുന്നത് മിസ്റ്റർ ബ്ലൂ എന്നാണ്. മീനുകൾക്കുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു മെഡിസിന്റെ കളർ കയ്യിലെല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചെറിയൊരു ട്യൂബ് ആണ്. സാധാരണയായി അക്വേറിയത്തിലെയും മറ്റും വെള്ളം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ട്യൂബ് ഉപയോഗിക്കാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്യൂബ് വാട്ടർ ലെവലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്യൂബാണ്. ഈ ഒരു ട്യൂബ് വാങ്ങിക്കുന്ന സമയത്ത് നല്ല നീളമുണ്ടായിരുന്നു. പിന്നീട് അത് കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിലായി. അതേപോലെ തന്നെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അക്വേറിയ ഇന്റേണൽ ഫിൽറ്റർ ആണ്. ഏകദേശം 15 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ ഫിൽറ്റർ ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് സ്പോഞ്ച് ഫിൽറ്റർ ആണ്. അതായത് സ്പോഞ്ച് കഴുകി നമുക്കിതിൽ റീയൂസ് ചെയ്യാനായി സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ വരുന്ന ആക്സസറീസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു അക്വേറിയം ആണ്. അപ്പോൾ ഈ ഒരു അക്വേറിയത്തിന്റെ സൈസ് വരുന്നത് 800 നീളവും 400 വീതിയുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.